ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ കമൻറ്റ് ബോക്സിലും DMസിലൊക്കെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യാണ് നമ്മൾ ഈ വീക്കിൽ Q&A ആയിട്ട് ചെയ്യാറുള്ളത്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ ഇരുന്നത്. അപ്പോൾ ചാനലിൽ കയറി വീഡിയോസ് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് Q&Aയിലോട്ട് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നാണ്, 17 വയസ്സാണ്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാമോ? അതുപോലെ തന്നെ നമുക്ക് സാലിസിലിക് ആസിഡ് സിറം നമുക്ക് വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ആക്ച്വലി നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ടീനേജ് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിന് മെച്ചുവർ ആവും. 17-18 ആവും നമ്മുടെ സ്കിൻ സ്റ്റാർട്ടിങ് ടു മെച്ചുവർ ആവും. മാത്രമല്ല ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്നും ചിലപ്പോൾ കൺട്രോൾ ആയിട്ടൊക്കെ വരുന്നൊരു സമയമായിരിക്കും 17-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫേസ് വാഷിന്റെ ഫോമിൽ എന്ത് ഉപയോഗിച്ചാലും നമ്മൾ സെറത്തിന്റെ ഫോമിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ സ്കിന്നെ അത്ര അഫക്റ്റ് ചെയ്യാനായിട്ട് പോണില്ല. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഓവറായിട്ട് അത് ചെയ്യാതിരുന്നാൽ മതി. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സാലിസിലിക് ആസിഡ് സിറം ചിലപ്പോൾ വീക്കിലി 2 പ്രാവശ്യമൊക്കെ മതിയായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫൈൻ. പക്ഷെ അതല്ലാണ്ട് നമ്മൾ ഡെയിലി സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ഡെയിലി സാലിസിലിക് ആസിഡ് സിറവും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെ അത് ഓവറായിട്ട് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോൾ ചില സിറങ്ങൾ പറയത്തില്ലേ, സാലിസിലിക് ആസിഡ് റെറ്റിനോൾ ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഫേസ് വാഷിന്റെ ഫോമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള സിറംസ് ഫേസിൽ യൂസ് ചെയ്താൽ ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് പോകില്ല ഇൻ ജനറൽ. പക്ഷെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ചെറിയ രീതിയിൽ ഡ്രൈനെസ് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും അതുപോലെ തന്നെ റെറ്റിനോളും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ ഒന്ന് ഓവറായി ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് കോമ്പിനേഷൻ നോർമൽ സ്കിൻകാർക്കാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. കാരണം ചില നോർമൽ സ്കിൻകാർക്ക് ചെറുതായിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മൂക്കിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് അവർ ചിലപ്പോൾ സ്ഥിരമായിട്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് ചില ഭാഗത്ത് ഡ്രൈനെസ് ഓയിൽനെസ് ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഫീൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. അതല്ലാണ്ട് ഇൻ പെർട്ടിക്കുലർലി നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ഫേസ് വാഷിന്റെ സിറത്തിന്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. രണ്ടാമത്തെ, ഹൈലറോണിക് ആസിഡ് സിറം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡ് സിറം കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് കംപ്ലീറ്റ്ലി എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിറമാണ്. ഇൻഫാക്ട് നിങ്ങൾ ടീനേജർ ആണ്, നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറം ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല 2% ഹൈലറോണിക് ആസിഡ് സിറം അത് എത്ര നോൺ എക്സ്പെൻസീവ് ആണെങ്കിലും ഒരേ ഫംഗ്ഷനാണ് തരുന്നത്. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത്യാവശ്യം ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഹൈലറോണിക് ആസിഡ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത്, ഹൈലറോണിക് ആസിഡ് സിറം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതൊരിക്കലും ഫേസ് ഡ്രൈ ആക്കിയ ശേഷം അപ്ലൈ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈലറോണിക് ആസിഡ് നമുക്ക് നല്ല ഹ്യൂമക്റ്റന്റ് ആണ്. അതായത് നമ്മൾ വെള്ളം പിടിച്ചു നിർത്താനായിട്ട് കഴിവുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ പിടിച്ചു നിർത്താൻ വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് വെള്ളം വലിക്കാനായിട്ട് തുടങ്ങും. അത് കാരണം നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഹൈലറോണിക് ആസിഡ് സിറത്തിന്റെ ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ടോണറോ അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു ചെറിയ നനവുള്ളപ്പോഴത്തേക്ക് ഹൈലറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കിയേ പറ്റുള്ളെങ്കിൽ ഡ്രൈ ആക്കി ദെൻ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ടെങ്കിലും ഹൈലറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഡ്രൈ അതല്ലെങ്കിൽ കോമ്പിനേഷൻ ഡ്രൈ സ്കിൻകാർക്ക്, നോർമൽ സ്കിൻകാർക്ക് ചിലപ്പോൾ വെതറിന്റെ കണ്ടിൽ നമുക്ക് ചിലപ്പോൾ സ്കിൻ ഒന്ന് ഡ്രൈ ആവുന്നു, ഒരുപാട് നേരം AC-ലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഹൈലറോണിക് ആസിഡ് സിറം നന്നായിട്ട് വർക്ക് ചെയ്യും. ഇത് 17 വയസ്സ് അങ്ങനെയൊന്നുമില്ല. ഇനി 17-ാമത്തെ വയസ്സ് സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, എക്സ്ട്രീംലി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് സിറത്തിലോട്ട് പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് വീക്കിലി വൺസ് മാത്രമേ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം ഫേസിൽ മൊത്തം യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഓയിൽനെസ്സും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളത് അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. മാത്രമല്ല, ഓരോ പ്രാവശ്യം സാലിസിലിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യുമ്പോഴും ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം സാലിസിലിക് ആസിഡ് നമുക്കൊരു BH ആണ്, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഇത് നമ്മുടെ
ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ ഇൻ കേസ് ഇത് ആക്സിഡൻ്റലി അധികം അപ്ലൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ വീണ്ടും ഡ്രൈ ആവാനുള്ള ചാൻസും കൂടുതലുണ്ട്. കാരണം അതിനറിയത്തില്ല എത്ര ഓയിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. കാരണം ഓരോരുത്തരുടെ ഫേസിലും ഓരോ ടൈപ്പ് ഓയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ എക്സ്ട്രീംലി നല്ല ഓയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് മാനേജബിൾ ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രീംലി അത്രയും ഓയിൽ അല്ലാത്ത സ്കിന്നും ആയിരിക്കും. പക്ഷെ അതിനറിയത്തില്ല എത്ര കൺട്രോൾ ചെയ്യണമെന്ന്. അപ്പോൾ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ കൺട്രോൾ ചെയ്യുമ്പോൾ അതും കൺട്രോൾ ചെയ്യണം എന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രേഷനും മോയ്സ്ചറൈസർ, പ്രത്യേകിച്ചും നോൺ കൊമിഡോജനിക് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺവേഴ്സിൽ ചോദിക്കാൻ മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പൊതുവെ വരൽ കുറവാണ്. പക്ഷെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഈ ഡൗട്ട് വരാത്ത ആൾക്കാർക്കും ഓക്കെ ഫൈൻ ഇങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കും. ചില ആൾക്കാർക്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവർ വരുത്തുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഫേസിൽ ആക്റ്റീവ് ആക്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഒരു മുഖക്കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ആക്റ്റീവ് ആക്നെ എന്ന് പറയുന്നത്. ആക്നെ ഇപ്പോൾ സ്കിൻ കാർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ മുഖക്കുരു വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ, അതായത് പെട്ടെന്ന് ഓയിലി സ്കിന്നോ അതല്ലെങ്കിൽ നമ്മുടെ പോസൊക്കെ പെട്ടെന്ന് ഗ്ലോ ആവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുഖത്ത് മോക്കുരു വരുന്ന ആൾക്കാരാണോ അവരാണ് ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർ. ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിൽ കറന്റ് മൈൽഡ് ടു മോഡറേറ്റ് അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് നന്നായിട്ട് ഫേസിൽ മോക്കുരു ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇത് രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണ്, അതെപ്പോഴും മനസ്സിലാക്കുക. കാരണം ചില സിറ്റുവേഷനിൽ ഞാൻ ഇന്ന സ്കിന്നുള്ള ആൾക്കാർ ഇന്ന സാധനം യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരും. ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാർ യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആക്നെ പ്രോൺ സ്കിൻകാരും കൂടെ അവിടെ കൺഫ്യൂസ്ഡ് ആണ്. ആക്നെ പ്രോൺ സ്കിൻകാരുടെ കാര്യമല്ല പറയുന്നത്, ഫേസിൽ ഇപ്പോൾ ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാർ ചിലപ്പോൾ ആക്നെ പ്രോൺ സ്കിൻകാരായിരിക്കും, ഇല്ലെങ്കിൽ അധികം ആക്നെ പ്രോൺ സ്കിൻ അല്ലാത്ത ആൾക്കാർക്കും ഫേസിൽ ആക്റ്റീവ് ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ ഫുഡിൻ്റെ ഹാബിറ്റ് ചേഞ്ച് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഫേസിൽ ആക്റ്റീവ് ആക്നെ വരാം. ആക്നെ പ്രോൺ സ്കിൻകാരാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ പോസ് ക്ലോഗ് ആയത് കാരണം അല്ലെങ്കിൽ അന്തരീക്ഷം കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മുഖത്ത് ഒരു ആക്റ്റീവ് ഫ്ലെയർ ഔട്ട്സ് അതായത് പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാർ എന്ന് പറയും. ഓക്കെ, ഇനി ഇപ്പം ആ ഡൗട്ട് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഫേസിൽ ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം ആണോ നല്ലത്, അതല്ല നമുക്ക് എന്താ പറയുന്നത് സ്പോട്ട് കറക്റ്റിംഗ് ക്രീമാണോ നല്ലത്? ഇപ്പോൾ നിങ്ങളൊരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും ഓരോ സ്കിൻ കെയർ നമ്മൾ ഈ ചാനലിൽ പറയുന്നത്. കാരണം ബ്രാൻഡിന് വയ്ക്കുന്നേക്കാളും നമ്മളെപ്പോഴും ഇൻഗ്രീഡിയൻറ്റിലോട്ടാണ് നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, സാലിസിലിക് ആസിഡ് സിറം എത്ര പെർസെൻറ്റേജ് വരെയൊക്കെയാണുള്ളത്? 2% വരെയാണ് ഉള്ളത്. നമ്മൾ സ്പോട്ട് കറക്റ്റിംഗ് ക്രീമിലോട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരൊറ്റ സാധനം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അതിനകത്ത് 2% BHA കാണും, 1% ചിലപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് കാണും. അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ പിഗ്മെന്റേഷൻ മാറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കോജിക് ആസിഡ് അല്ലെങ്കിൽ ഗ്യാസലിക് ആസിഡ് അതല്ലെങ്കിൽ നയാസിനമൈഡ് അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ് അങ്ങനെ എന്തെങ്കിലും കൂടെ കാണും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ആംലസ് സ്പോട്ട് കറക്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഫേസിൽ ഒരു ആക്റ്റീവ് ആക്നെ വരുമ്പോൾ നമ്മൾ ആ ആക്നെ മാറ്റാനായിട്ട് ഒരു സാലിസിലിക് ആസിഡ് മാത്രമുള്ള ഒരു സിറം മാത്രമാണ് അവിടെ സിറം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡിന്റെ ബെനിഫിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് നിന്ന് ക്ലെൻസ് ആവുക മാത്രമായിരിക്കും ചെയ്യുന്നത്. സ്പോട്ട് കറക്റ്റിംഗ് ക്രീമിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെ കുറേ എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങൾ അങ്ങനെ പല സാധനങ്ങൾ വരും. ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ അതിനകത്ത് മുകളിലോട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. ചിലപ്പോൾ ഫോർമുലേഷനിൽ വ്യത്യാസം കാണും. പിന്നെ നമുക്കറിയാം ഓൾറെഡി അവിടെ നമ്മുടെ സ്കിൻ ഒരു എന്താ പറയുന്നത് കുറച്ച് ഇൻബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും, സ്കിൻ ബാരിയർ ഡാമേജ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ആ സ്പോട്ടിൽ ഡാമേജ് ആയിട്ട് വീണ്ടും അത് വേഴ്സ് ആവാനായിട്ട് പിഗ്മെന്റേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് വരാതിരിക്കാനാണ് സ്പോട്ട് കറക്റ്റിംഗ് ക്രീമുകൾ നമ്മളെ സഹായിക്കുന്നത്. കാരണം അത് ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതിന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് കൊണ്ടായിരിക്കും. മാത്രമല്ല ഈ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും കൂടാതെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ മോസ്റ്റ്ലി അതിനകത്ത് നയാസിനമൈഡും കാണും. അപ്പം അല്ലെങ്കിൽ നയാസിനമൈഡ് അല്ലെങ്കിൽ കാം ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് അവരതിനകത്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ അവിടെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അത് ട്രീറ്റ് നടക്കുന്നുണ്ട്, എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് നടക്കും. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. സ്പോട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സാലിസിലിക് ആസിഡ് ഉണ്ട്, എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് കാണും,
സ്കിന്നെ ഒന്ന് കാം ചെയ്യാനായിട്ട് നമ്മുടെ നിയാസിനമൈഡ് പോലെയുള്ള സിൻഡല്ല പോലെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് കാണും. ഇതിപ്പോൾ ജനറൽ ആയിട്ട് പറയണം. പിന്നെ നമുക്ക് അവിടുത്തെ പിഗ്മെന്റേഷൻ വരാതിരിക്കാനായിട്ട് അസലിക് ആസിഡോ ട്രാനിക്സാമിക് ആസിഡോ കോജിക് ആസിഡോ ഏതെങ്കിലും ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്പോട്ട് കറക്റ്റിംഗ് ക്രീമിൽ കിട്ടും സാലിസിലിക് ആസിഡ് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് സ്പോട്ട് കറക്റ്റിംഗ് ക്രീമാണ്. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത് സാലിസിലിക് ആസിഡിനെക്കാളും. പക്ഷെ സാലിസിലിക് ആസിഡ് നമുക്ക് വർക്ക് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിലും നിങ്ങൾ വീക്ക്ലി വൺസ് ഫേസിൽ വീക്ക്ലി വൺസോ ടോയ്സോ സാലിസിലിക് ആസിഡ് സിറം കൂടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഒറ്റ കാര്യം ചെയ്യുക, മാക്സിമം സാലിസിലിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ സ്പോട്ട് കറക്റ്റിംഗ് ക്രീംസ് അവോയ്ഡ് ചെയ്യുക. അതായത് അല്ലെങ്കിൽ ഇപ്പോൾ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം നമ്മൾ എവിടെയാണോ മൂക്കിനുള്ളത് അവിടെ മാത്രമല്ലേ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ സാലിസിലിക് ആസിഡ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊന്ന് ചെയ്താൽ മാത്രം മതി. മാത്രമല്ല ഈ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു പിമ്പിൾ പാച്ചോ എന്തെങ്കിലും അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും. ഇപ്പം ഞാൻ ജനറലി പറയാറുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ രാത്രിയാണ് നിങ്ങൾ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം യൂസ് ചെയ്യുന്നതെങ്കിൽ മോർണിംഗിൽ നമ്മളത് കഴുകി കളഞ്ഞിട്ട് പിമ്പിൾ പാച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗംഗൊക്കെ ഉള്ളതാണെങ്കിൽ സ്പോട്ട് കറക്റ്റിംഗ് ക്രീമോ അല്ലെങ്കിൽ പിമ്പിൾ പാച്ചസോ യൂസ് ചെയ്താൽ മതി. ടു ബി ഫ്രാങ്ക്, നമ്മുടെ നാട്ടിൽ ഇപ്പം നല്ല രീതിയിലുള്ള പിമ്പിൾ പാച്ചസ് ഒരുപാട് ഉണ്ടെങ്കിലും രണ്ടും ചിലപ്പോൾ നമ്മൾ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിമ്പിൾ പാച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും അഡ്ഹസീവ് ആയിട്ടിരിക്കുന്ന പിമ്പിൾ പാച്ചസ് നമുക്ക് കുറവാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോക്ലോറൈഡ് പാച്ചസ് ഒക്കെ വാങ്ങിക്കണം. അത്രയും അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പിമ്പിൾ പാച്ച് യൂസ് ചെയ്താൽ മതി. പക്ഷേ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പിമ്പിൾ പാച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഗങ്കില്ലേ, ഈ വൈറ്റ് ഹെഡ്സ് വന്നിട്ടുള്ള പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ ആ ഗങ്ക് നമുക്ക് പിമ്പിൾ പാച്ചിലൂടെ വലിച്ചെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോണില്ല. അപ്പോൾ ആ ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ സ്പോട്ട് കറക്റ്റിംഗ് ക്രീംസോ അതല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾ പാച്ചസോ യൂസ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസോ ടോയ്സോ സാലിസിലിക് ആസിഡ് സിറം ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൺസൂൺ സീസൺ ആണ്, സൺസ്ക്രീൻ വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുന്നതാണ്, നമ്മൾ വീട്ടിനകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ വേണോ എന്നുള്ളത്. ഇത് ആക്ച്വലി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, നമ്മൾ വീട്ടിൻ്റെ അകത്തിരുന്നാലും നമ്മുടെ സൺറൈസ് നമ്മുടെ മുഖത്ത് അടിക്കാനായിട്ട് പോകുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ഇപ്പം ജനലുണ്ട്. മാത്രമല്ല നമ്മൾ മാക്സിമം ജനലൊക്കെ തുറന്നിടുന്ന സമയമാണ്. റെയിനി സീസണിൽ നമ്മൾ കുറച്ചും കൂടി ജനലൊക്കെ ചിലപ്പോൾ മഴ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെട്ടം കിട്ടാനായിട്ട് നമ്മൾ ജനലൊക്കെ തുറന്നിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല. അത് സൂര്യൻ നേരിട്ട് നമുക്ക് അധികം വെളിച്ചം തരുന്നില്ലെങ്കിലും UVAയും UVB റേസും, അതായത് നമ്മുടെ നേക്കഡ് ഐയിൽ കാണാൻ പറ്റാത്ത റേസുകളാണല്ലോ ഈ UVAയും UV റേസും. നമുക്ക് വിസിബിൾ ഐയിൽ കാണുന്നതാണ് നമ്മുടെ വിസിബിൾ റേസ്. അപ്പോൾ ഈ വിസിബിൾ റേസിലല്ലാത്തുള്ള UVAയും UVB ഡെഫിനറ്റ്ലി നമ്മുടെ ക്ലൗഡ് ഉണ്ടെങ്കിൽ ക്ലൗഡിനെ പെനിട്രേറ്റ് ചെയ്ത് വരികയും നമുക്ക് ടാനിങ്ങും അതുപോലെ തന്നെ സ്കിൻ ബേണും ഒക്കെ തരാനുള്ള ചാൻസ് കൂടുതലാണ്. സത്യമാണ്, സമ്മറിന് അത്രയും ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ സ്കിൻ ബേൺസ് വരാൻ പോകുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് ടാനിങ്ങും അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ഏരിയയിൽ നമുക്ക് മറ്റുള്ള സ്കിൻ പ്രോബ്ലംസ്, മെലാസ്ക് പോലെയുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീട്ടിനകത്തിരിക്കുകയാണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി അടച്ചിരിക്കുകയാണ്, ഒരു തുള്ളി പോലും സൂര്യപ്രകാശം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ പോലെ മൊത്തവും ജനലും തുറന്നിടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഡോർ ആണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൺസ്ക്രീൻ ലെയർ ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഡെഫിനറ്റ്ലി പറയുന്ന അറിയാം. കാരണം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് സൺസ്ക്രീൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുമ്പോൾ തൊട്ട് എനിക്ക് കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്, പണ്ടത്തെ കാലത്ത് ഈ പ്രശ്നമില്ല, ഇപ്പോഴാണല്ലോ ഈ ഫാർമസിയുടെ ഗിമിക്ക് കാരണം സൺസ്ക്രീൻ വന്നതെന്നും. സംഭവം വേറെ ഒന്നും നോക്കണം, നമ്മുടെയൊക്കെ സ്കിന്നിൽ ഈ സൺറൈസ് അഫക്റ്റ് ആവുന്നത് നമ്മുടെ UV ഇൻഡെക്സ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് UV ഇൻഡെക്സ് അറിയണമെങ്കിൽ നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ UV ഇൻഡെക്സ് എന്താണ്, എൻ്റെ ലൊക്കേഷനിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ സ്പേസിലെ UV ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അത് 2ന് മുകളിലോട്ടാണെങ്കിൽ സൺസ്ക്രീൻ എടുക്കുക, അപ്ലൈ ചെയ്യുക. 2ന് താഴോട്ടാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. അതാണ് പ്രത്യേകത. പണ്ടൊന്നും നമുക്ക് അത്ര ഒരു ഇൻറ്റൻസ് ആയിട്ട് സൺറൈസ് വരാനായിട്ട് പോകുന്നില്ല. മിക്കവാറും നമുക്ക് നമ്മുടെ മരങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ
പണ്ടത്തെ അത്രയും ഒരു എൻവയോൺമെന്റൽ പ്യൂരിറ്റിയോ ഒന്നും നമുക്കില്ലാന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ അല്ല, പണ്ടത്തെ എൻവയോൺമെന്റ് അല്ല, പണ്ടത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പോഴും നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ പണ്ട് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആണ്. അത് റെയിനി സീസൺ ആണെങ്കിലും നമ്മൾ ഇൻഡോർ ഇരിക്കുകയാണെങ്കിലും ഒക്കെ അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റീ അപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻകാരുടെ ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിഗ്മെന്റേഷനിലൂടെയാണ്. ഫൈൻ ലൈൻസ്, റിങ്കിൾസിനേക്കാളും നമ്മുടെ ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിഗ്മെന്റേഷനിലൂടെയാണ്. അപ്പോൾ ആ പിഗ്മെന്റേഷൻ തടയാനായിട്ട് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള നല്ലൊരു മിനറലോ മിനറലുള്ള സൺസ്ക്രീൻ, മിനറൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീനോ കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീനോ ഹൈബ്രിഡ് ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീനോ യൂസ് ചെയ്യാനായിട്ട് മറക്കണം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത എനിക്ക് അവയർനെസ് ആയിട്ട് പറയാനുള്ളതാണ്. ലാസ്റ്റ് ആംബ്യൂൾസിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. മാർക്കറ്റിൽ നല്ല രീതിയിൽ ഫേക്ക് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണേന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ സ്കിൻ കെയർ വാങ്ങിയിട്ട്, ഞാനിപ്പോൾ സ്കിൻ കെയർ വാങ്ങിക്കാൻ തുടങ്ങി 2015 തൊട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കിൻ കെയർ, ഓർഡിനറിയുടെ ഒക്കെ ഓർഡിനറി 2015 ബട്ട് സ്റ്റിൽ നോർമൽ ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു കൊറോണയ്ക്കൊക്കെ മുന്നേ തന്നെ ഞാൻ കൊറിയൻ ബ്രാൻഡ്സ്, കോസ്റെക്സ്, നൈക്ക ഉള്ളപ്പോൾ തൊട്ടേ ഞാൻ അത്യാവശ്യം നല്ല ബ്രാൻഡുകളുടെ സ്കിൻ കെയർ വാങ്ങിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഫേക്ക് വാങ്ങിയിട്ടില്ല. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് ഫ്ലിപ്കാർട്ടിൽ അനുവയുടെ ഞാൻ ഫോട്ടോ കൊടുക്കാം, ട്രാൻഎക്സാമിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറം വാങ്ങി. പക്ഷെ എനിക്ക് ആദ്യത്തിന് 3 യൂസിൽ തന്നെ എനിക്ക് മനസ്സിലാച്ച 1.5 പ്രാവശ്യം യൂസ് ചെയ്തു, മോർണിംഗ്, നൈറ്റ്, നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അത് ഫേക്ക് ആണ് എന്നുള്ളത്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒറിജിനലും കൂടെ വാങ്ങിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. അപ്പൊ ഇതാണ് ആ പ്രൊഡക്റ്റ്. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു കൊറിയൻ പ്രൊഡക്റ്റ് പോലും ഇങ്ങനത്തെ ഒരു ഇളവിപ്പോക്കോ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ സ്മെല്ല് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഫെവിക്കോളിന്റെ സ്മെല്ലൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രത്യേകിച്ച് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നുമാണ്. നൈക്ക, ടൈറ അങ്ങനത്തെ ബ്രാൻഡുകളിൽ നിന്ന്, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജസുകളിൽ നിന്ന് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സാധനം വാങ്ങിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഒതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും, പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുക. മീഷോയിലോട്ട് പോവേ വേണ്ട. ഫ്ലിപ്കാർട്ടിൽ പിന്നെ ഒതന്റിക് ആയിട്ടുള്ളതുണ്ട്. ഇത് ഫ്ലിപ്കാർട്ട് അഷ്യൂർഡ് എന്ന് പറഞ്ഞുകൊണ്ടും കൂടെയാണ് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല. പിന്നെ ഒരു കോപ്പിയുടെ എമൗണ്ട് അല്ല ഞാൻ കൊടുത്തത്. ഞാൻ ഓൾമോസ്റ്റ് 1500 എബോ റുപ്പീസ് കൊടുത്തിട്ട് വാങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ടിൽ ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല എന്നൊരു ഓവർ കോൺഫിഡൻസും എനിക്ക് ഉണ്ടായിരുന്നു. അതെന്തായാലും മാർക്കറ്റിൽ ഇനി ഞാൻ ഫ്ലിപ്പിൽ ഞാൻ ലിങ്ക് തരുന്നെങ്കിൽ പോലും ഞാൻ നോക്കിയിട്ടേ ലിങ്ക് തരത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ ബ്രാൻഡുകൾ മാക്സിമം ഫ്ലിപ്പിൽ കൊടുക്കാറില്ല. മിന്ത്രയിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷെ ആമസോണിലും ഫ്ലിപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആമസോൺ വാങ്ങിക്കുമ്പോൾ ഞാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. ഒതന്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുക, അതിൻ്റെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് സെല്ല് ചെയ്യുന്നത്, സ്പോൺസർ ചെയ്യുന്നത് അവിടെ ഒന്ന് നോക്കാം. അപ്പോൾ ആ ബ്രാൻഡ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അവിടെ സ്പോൺസർ ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. ബ്രാൻഡിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ സെല്ലേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉണ്ടാവുള്ളൂ. അതല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അവരുടെ സ്പോൺസർഷിപ്പോ അവരുടെ ഷോപ്പോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വാങ്ങിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എനിക്ക് പണി കിട്ടി. ഞാൻ കമന്റ് ബോക്സിൽ എക്സാക്ട്ലി ഗ്രീഷ്മ പറഞ്ഞിട്ട്, ഗ്രീഷ്മ വിമൽ എന്നാണ് അവരുടെ പേര്, പുള്ളിക്കാരി ആംബ്യൂൾ വാങ്ങിച്ചപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വന്നു എന്ന് പറഞ്ഞു. ആംബ്യൂൾസ് നോർമൽ സ്കിൻ ഇറിറ്റേഷൻസ് തരാറില്ല എന്ന് ഞാൻ ആംബ്യൂൾ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ആംബ്യൂളാണ് വാങ്ങിച്ചത് എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കിൻ 1004 ആണ്. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഇല്ല. അത് നമുക്ക് ആ ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം അവിടെ നിർത്തുന്നതാണ് നല്ലത്. അല്ലാണ്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഒരിക്കലും സ്കിന്നിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറിറ്റേഷൻ ഉള്ളത് നമുക്ക് സ്കിൻ അലർജി ഉള്ളതുകൊണ്ടോ ആയിരിക്കും ഒന്നുകിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചത് ഒതന്റിക് പ്രൊഡക്റ്റ് ആവത്തില്ല. അപ്പം എനിക്ക് പണി കിട്ടിയത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഓവർ കോൺഫിഡൻസ് എന്തായാലും ഈ കാര്യത്തിൽ ഇത് ഇവിടെ തീർന്നു. ഇനി ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫ്ലിപ്പിലും ആമസോണിലും. മീഷോയിലോട്ട് പോവുകയും ചെയ്യരുത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഉറപ്പാണ്. സോ ഇന്നത്തെ വീഡിയോയുടെ തീരെയാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കാരണം നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്താൽ അത്രത്തോളം മറ്റുള്ള ആൾക്കാരിലോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈവൻ ദോ ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഞാൻ ഷോർട്സും Q&A ആയിട്ട് അത് ചെയ്ത് തീർക്കാറുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും ഞാൻ 5-6 ഷോർട്ടൊക്കെ വീതം വരാറുണ്ട്. ഈ 6 ഷോർട്സും മോസ്റ്റ് ഓഫ് ദി ഷോർട്സും നിങ്ങളുടെ
ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും ഞാൻ ചെയ്യാറുള്ളത്. സോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആൻസർ അതിനകത്ത് ഉണ്ടാവും. കാരണം നമ്മൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നേക്കാളും പറഞ്ഞു തരുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടി ഈസി ആവുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് തേഴ്സ്ഡേ വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.